പാലക്കാട് ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാനില്ല. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിന് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യങ്ങളിൽ ഒഴിഞ്ഞു മാറുകയാണോ? പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ്? അത് രാഹുൽ പ്രതീക്ഷിച്ചിരുന്നു. രാഹുൽ ആ നടപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? പാർട്ടിയിൽ വലിയ വിശ്വാസമൊക്കെ അർപ്പിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് സസ്പെൻഷൻ എന്നുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ രംഗത്ത് വന്നത്. താങ്കൾക്ക് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ലേ? അങ്ങനെ മുങ്ങി എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് എന്നും പറഞ്ഞു. ഒളിവിലായിരുന്നു വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല, ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല പാലക്കാട് എം എൽ എ. ഇനി മാധ്യമങ്ങളോട് പ്രതികരണം ഇല്ല എന്നുള്ളതാണ്. അതായത് കേസ് തീരുന്നവരെ പ്രതികരണം ഇല്ല എന്നാണ് ഈ വിഷയത്തിൽ. പാലക്കാട് തുടരോ? എന്താ നീക്കം? സാധാരണ വോട്ടർമാർക്കിടയിൽ തന്നെ ഉണ്ടാവുമല്ലോ. MLA എന്ന നിലയ്ക്കുള്ള പ്രവർത്തനമായിട്ട് പാലക്കാട് തുടരും പൂർണ്ണമായിട്ടും. അങ്ങനെയാണോ? ചെയ്ത് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. കിട്ടുമെന്ന് പറഞ്ഞു രാജേഷ് രാജേഷിന് കിട്ടും. നമ്മളുടെ അവിടെ മറ്റൊരു സ്ത്രീ കിട്ടുമെന്ന് പറഞ്ഞു. സുജാത. ഓൾ ദി ബെസ്റ്റ്. ഫോളോയിങ് യു. തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ ഉൾപ്പെടെ പാലക്കാട് നഗരസഭയിൽ വലിയ പോരാട്ടം നടത്തുന്നത് പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? ഓഫീസിലേക്ക് ഇനി ഇവിടെ ഉണ്ട്, പാലക്കാടുണ്ട്. രാഹുലേ, ഈ തെരഞ്ഞെടുപ്പിലെ അപ്പം തന്നെ ചോദിക്കണം.